RDO കൂടിയായ സബ് കളക്ടറുടെ വാഹനമാണ് ലൈറ്റ് കാണുന്നുണ്ട്. ഇനി വളരെ വേഗം നടക്കും. ഇപ്പോൾ RDO എത്തിയിട്ടുണ്ട്, സബ് കളക്ടർ എത്തിക്കഴിയുന്നു. അപ്പോൾ സബ് കളക്ടറാണ് ഈ പൊളിക്കലിന് മേൽനോട്ടം നൽകുക. സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ആയിരിക്കും പരിശോധനകൾ നടക്കാൻ പോകുന്നത്. ഹൈക്കോടതി ഉത്തരവുണ്ട്. ഒപ്പം തന്നെ അത് പോലീസിന്റെ അധികാരമാണ്, ജില്ലാ ഭരണകൂടത്തിന്റെ അധികാരമാണ്. അതിൽ കൈകടത്താൻ ആർക്കും കഴിയില്ല. അതെല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. കുടുംബത്തിനും അതൊരു പക്ഷേ ബോധ്യപ്പെട്ടിട്ടുണ്ടാവണം. ഹൈക്കോടതി ഉത്തരവ് കിട്ടാത്ത സാഹചര്യത്തിൽ കുടുംബവും ഈ പരിശോധനയോട് സഹകരിക്കും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. മാത്രമല്ല നാട്ടുകാരും പരിശോധനയോട് സഹകരിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ നാട്ടുകാരുടെ മാതൃകാപൂർവമായ ഒരു ഇടപെടൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സബ് കളക്ടർ എത്തിയിട്ടുണ്ട്. RDO നമ്മൾ അവിടെ ചെന്നിട്ട് ആരംഭിക്കുന്നതായിരിക്കും, നിയമപരമായ കാര്യങ്ങൾ ആരംഭിക്കുന്നതായിരിക്കും. പ്ലീസ് ഒന്ന് വഴി തരൂ, പ്ലീസ്. അവിടെ എത്തിയതിന് സാഹചര്യങ്ങൾ നോക്കി നടപടിക്രമങ്ങൾ തുടങ്ങും എന്നാണ് സബ് കളക്ടർ OV ആൽഫ്രഡ്, അദ്ദേഹം തന്നെയാണ് RDO കൂടിയായ സബ് കളക്ടറാണ്, അദ്ദേഹം പറഞ്ഞത്. അതായത് ഇനി അധിക മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. ഇതുവരെ ഉണ്ടായിരുന്നത് അതിൻ്റെ അന്വേഷണ മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ എത്തുക എന്നതായിരുന്നു. അതും കഴിഞ്ഞിരിക്കുന്നു. ഇനി മറ്റ് നടപടിക്രമങ്ങൾ നമ്മൾ ഉദ്യോഗസ്ഥരോടും പോലീസിനോടും സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ നടപടിക്രമങ്ങൾ അനുസരിച്ച് ഇനി ഒന്നും അവർക്ക് പൂർത്തിയാക്കാനില്ല. ഇനി സ്ലാബ് പൊളിക്കുന്ന നടപടികളിലേക്ക് മാത്രം കടന്നാൽ മതി എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അധിക വൈകാതെ തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഒരു തരത്തിലുള്ള എതിർപ്പിനുള്ള ഒരു സാഹചര്യമല്ല. സബ് കളക്ടർ നേരെ പോയത് ബന്ധുക്കൾ അവരുടെ വീട്ടിലേക്ക് നമുക്ക് ദൃശ്യങ്ങൾ അത്രയും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നേരെ വന്നിട്ട് സ്ലാബുള്ള സ്ഥലത്തേക്കല്ല സബ് കളക്ടർ OV ആൽഫ്രഡ് പോയത്. അദ്ദേഹം ഇതിന് ഇടതുവശത്തുള്ള നേരെ നടന്നുപോയി അദ്ദേഹത്തിൻ്റെ വലതുവശത്തേക്ക് പോകുമ്പോഴാണ് സ്ലാബ് ഉള്ളത്. ആ ഭാഗത്തേക്കല്ല പോയത്. ഇടതുവശത്ത് കുടുംബം അവരുടെ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്കാണ് അദ്ദേഹം പോയത്. പക്ഷേ അദ്ദേഹം അവിടുന്ന് തിരിച്ചു പോന്നു. അതായത് സ്ലാബുള്ള സ്ഥലത്തേക്ക് ദൃശ്യങ്ങളിൽ കാണാം എന്ന് വിചാരിക്കുന്നു. ആ സ്ലാബുള്ള ഭാഗത്തേക്ക് സബ് കളക്ടർ പോവുകയാണ്. ഇനി നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റ് നടപടിക്രമങ്ങൾ ഈ സബ് കളക്ടറും പോലീസ് ഉദ്യോഗസ്ഥരും മാത്രമാണുള്ളത്. അവിടെ ഒരു തരത്തിലുള്ള പ്രതിഷേധവുമില്ല. എനിക്ക് തോന്നുന്നു കുടുംബം അതിന്റെ ഗൗരവം മനസ്സിലാക്കി കഴിഞ്ഞു. നാട്ടുകാർക്കത് കുടുംബത്തെ മനസ്സിലാക്കി കൊടുക്കാനും സാധിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യ ഘട്ടത്തിൽ ചില പ്രവർത്തകരൊക്കെ അവിടെ എത്തി ഈ കുടുംബത്തിന് നോട്ടീസ് കൊടുത്തോ എന്നൊക്കെ ആരാഞ്ഞതും അതിനെ തുടർന്നുണ്ടാവുന്ന ചെറിയ പ്രതിഷേധവും ഒക്കെ നമ്മൾ കണ്ടു. പക്ഷേ ആ പ്രതിഷേധത്തിൽ നിന്നൊക്കെ നാട്ടുകാർ ഇപ്പോൾ പിൻവാങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ നാട്ടുകാർ എല്ലാവരും ഒരുമിച്ചു തന്നെ ഇതിന്റെ സത്യാവസ്ഥ അറിയണം എന്ന നിലപാടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളത് സ്വാഗതാർഹമാണ്. എന്തായാലും സമാധാനപരമായി ഇപ്പോൾ സ്ലാബ് പൊളിക്കുന്നതിലേക്കുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കും. മാധ്യമപ്രവർത്തകരെ അടക്കം 200 മീറ്റർ ചുറ്റളവിലേക്ക് ദൂരെയാണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. നാട്ടുകാരെ 500 മീറ്റർ 1/2 കിലോമീറ്റർ അകലെ വെച്ച് നാട്ടുകാരെയും തടഞ്ഞിട്ടുണ്ട്. അഥവാ പുറത്തു നിന്നുള്ള പൊതുജനങ്ങളെയും ഇപ്പോൾ ആ സ്ഥലത്തേക്ക് വരുന്നതിൽ നിന്ന് പോലീസ് വിലക്കിയിട്ടുണ്ട്. അവിടെ ഒരു തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നവും ഇല്ല എന്നതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. മാതൃകാപരമായി നാട്ടുകാരും കുടുംബവുമെല്ലാം ഈ അന്വേഷണത്തോട് സഹകരിച്ചാൽ 10 മണിക്ക് മുമ്പ് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും. അല്ലേ റഹീസ്? അങ്ങനെ തന്നെയാണ്. സ്ലാബ് പൊളിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് മാറ്റുന്നതിന് വലിയ സമയം വേണ്ടി വരില്ല എന്നാണ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത്. മറ്റ് നടപടിക്രമങ്ങൾക്ക് കുറച്ച് സമയമെടുക്കും. ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം നടപടികളിലേക്കും കുറച്ച് സമയമെടുക്കും. ഫോറൻസിക് സർജനോട് അവർ അങ്ങോട്ട് കയറുന്ന സമയത്ത് സംസാരിച്ചപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇവിടെ തന്നെ നടത്താനുള്ള സാധ്യതയാണ് അവരും പറഞ്ഞത്. പക്ഷെ അത് 100% ഉറപ്പിച്ച് അവർ പറഞ്ഞിട്ടില്ല. ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇവിടെ തന്നെ നടത്തുമോ എന്ന്, ഇവിടെ തന്നെയാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നതെന്ന് ഒഫീഷ്യൽസ് ആരും ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സാധാരണഗതിയിൽ അങ്ങനെ നടത്താറുമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്ലാബ് പൊളിക്കുന്നതിന് അധികം സമയം വേണ്ടി വരില്ലെന്ന് കരുതുന്നു. പക്ഷേ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് കുറച്ചധികം സമയം വേണ്ടി വരും. അരുൺ പറഞ്ഞതുപോലെ 10 മണി വരെയൊക്കെയോ 10 മണിക്ക് ശേഷമോ നിർണായകവുമാണ്. കാരണം എങ്ങനെയാണ് സമാധിയിൽ ഈ ഗോവൻ സ്വാമി ഇരിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ നമ്മളോട് അമ്മ സംസാരിക്കുമ്പോഴും മക്കൾ സംസാരിക്കുമ്പോഴും ഒക്കെ പറഞ്ഞത് ഒന്നിലും ചാരിയിരിക്കാതെ നിവർന്നു തന്നെ ഇരുന്ന് സമാധിയായി എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഇരിക്കാൻ സാധ്യമല്ല എന്നുള്ളത് മെഡിക്കൽ സയൻസിൽ അറിയാവുന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ അത് വളരെ വിചിത്രമായ വാദമായി അപ്പോൾ സ്വീകരിക്കപ്പെട്ടു. ഒരുപക്ഷെ അവരുടെ അജ്ഞത കൊണ്ടായിരിക്കാം. എന്തായാലും എങ്ങനെയാണ് ആ മൃതദേഹത്തെ ഇരുത്തിയിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇൻക്വസ്റ്റിൽ ഉണ്ടാവും. മാത്രവുമല്ല 11:30 മരിച്ചിട്ട് ആ ഒരു പകൽ മുഴുവൻ കഴിഞ്ഞ് രാത്രിയും കഴിഞ്ഞ് പിറ്റേന്ന് 4:30 സ്ലാബ് പൂർണ്ണമായിട്ടും മൂടുന്നത്. ഇപ്പോൾ സബ് കളക്ടർ RDO ദുരൂഹ സമാധിയുള്ള സ്ഥലത്തേക്ക് വരികയാണ് അല്ലേ? അവിടെ കുടുംബാംഗങ്ങളുണ്ട്. മക്കളെ നമുക്ക് കാണാം. അവരുമായി സംസാരിക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ റഹീസ്?
യെസ്, കുടുംബാംഗങ്ങളോട് സംസാരിച്ചതിന് ശേഷം RDO സ്ലാബ് ഇരിക്കുന്ന ഭാഗത്തേക്ക് നടന്നു പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ കൂട്ടത്തിൽ RDO ഉണ്ട്, ഫോറൻസിക് സർജൻ ഉണ്ട്, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. ഏത് നിമിഷവും സ്ലാബ് പൊളിക്കുന്ന നടപടികളിലേക്ക് കടക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നടപടിക്രമങ്ങൾ